നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന ഒരു രഹസ്യ ക്യാമറയെക്കുറിച്ചാണ്. അതായത് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഓഫീസിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യണം തോന്നുകയാണെങ്കിൽ സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ക്യാമറ ഉപയോഗിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറയും ഓഫാകും. അപ്പോൾ നമുക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അത് ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഒരു രഹസ്യ ക്യാമറ, അതായത് ആ ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾ ഏത് പ്രോഗ്രാമിലേക്ക് ആ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ക്യാമറയാണോ, ബാക്ക് ക്യാമറയാണോ ഫ്രണ്ട് ക്യാമറയാണോ വേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ റെക്കോർഡാകുകയും മാത്രമല്ല നിങ്ങൾക്ക് അത്തരത്തിൽ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മൊബൈൽ ഫോൺ ഒരാൾ എടുത്താൽ മനസ്സിലാകുകയില്ല. നമ്മുടെ മൊബൈൽ ലോക്ക് ആണെങ്കിലും സ്ക്രീൻ ഓഫ് ആണെങ്കിലും ഒക്കെ നമുക്കിത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് സൂക്ഷിച്ച് തരും. അത്തരത്തിൽ ഒരു വെറൈറ്റി സീക്രട്ട് ക്യാമറ ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. താഴെ കാണുന്ന ഭാഗത്ത് അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് കൊടുക്കുക. ഈ 4 പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. താഴെ കാണുന്ന ഭാഗത്ത് അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഗിവറിലെ പെർമിഷൻ കൂടി നമ്മൾ കൊടുക്കണം. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് ആ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കുക. ഇവിടെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നമുക്ക് ക്യാമറയുടെ ചിഹ്നമുണ്ട്, രണ്ടാമത്തെ റെക്കോർഡിൻ്റെ ചിഹ്നമുണ്ട്. ഫോട്ടോ എടുക്കാനും റെക്കോർഡ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനുള്ള സൗകര്യം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് കൊടുത്താൽ കാണാൻ സാധിക്കും. നമുക്കതിൻ്റെ ആ ഒരു കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കാണാൻ സാധിക്കും വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ. ഇവിടെ ഏറ്റവും അവസാന ഭാഗത്തിൽ നമുക്ക് 3 ഡോട്ട് കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ മൂന്നാമതായിട്ട് നമുക്ക് ഷെഡ്യൂൾഡ് വീഡിയോ റെക്കോർഡിംഗ് ഒരു ഓപ്ഷൻ. നമ്മൾ ആ ഷെഡ്യൂൾഡ് വീഡിയോ റെക്കോർഡിംഗ് എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ ദിവസം നമുക്ക് ഇവിടെ ഷെഡ്യൂൾ ഡേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ടുഡേ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ദിവസത്തെ, ഇപ്പോൾ നാളെയാണ് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് വീഡിയോ ഷെഡ്യൂൾഡ് സ്റ്റാർട്ട് ടൈം ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏത് ടൈം മുതലാണ് വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ രാവിലെ 9 മണിക്ക് എന്ന് പറയുകയാണെങ്കിൽ രാവിലെ 9 മണിക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് നമുക്ക് ഓക്കെ കൊടുക്കുക. അപ്പോൾ നാളെ രാവിലെ 9 മണിക്ക് വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ചർച്ചകൾക്കോ പോകുന്ന സമയത്ത് ഇത്തരത്തിൽ വീഡിയോ സമയം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട. ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ എത്ര ടൈം റെക്കോർഡ് ചെയ്യണമെന്നാണ്. ഇവിടെ നമുക്ക് 30 മിനിറ്റ് കാണുന്നുണ്ട്. ഇവിടെ താഴെ കാണുമ്പോൾ ചൂസ് ക്യാമറ ഡയറക്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണും. നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ക്യാമറ ബാക്ക് ക്യാമറയാണോ ഫ്രണ്ട് ക്യാമറയാണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ക്യാമറ ഡയറക്ഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ വേണമെങ്കിൽ ഫ്രണ്ട് ക്യാമറ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുക. ബാക്ക് ക്യാമറ ആണെങ്കിൽ ബാക്ക് ക്യാമറ നമുക്ക് സെലക്ട് കൊടുക്കുക. താഴെ കാണുന്ന ഭാഗത്ത് ഡു യു വാണ്ട് റിപ്പീറ്റ് വീഡിയോ റെക്കോർഡിംഗ്. നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് മാക്സിമം 30 മിനിറ്റാണ് ഉണ്ടാകുക. 30 മിനിറ്റ് കഴിഞ്ഞാൽ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് റെക്കോർഡിംഗ് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ എസ് എന്ന് കൊടുക്കുക. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 30 മിനിറ്റ്, അതായത് മാക്സിമം 30 മിനിറ്റാണ് കിട്ടുക. 30 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത 30 മിനിറ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ എസ് എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡാകും. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് ഇത് സേവ് ചെയ്യാം. ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മൾ സേവ് ചെയ്തപ്പോൾ ആ ടൈമും കാര്യങ്ങളും എല്ലാം ഇവിടെ റെക്കോർഡാണ്. ടൈം നാളത്തെ ഡേറ്റും അതുപോലെ തന്നെ 30 മിനിറ്റ് റെക്കോർഡിങ് 9 മണിക്ക് രാവിലെ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത ഏതെങ്കിലും സമയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് വീണ്ടും ടൈം ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.